എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്രീമി ആയിട്ടുള്ളൊരു കോഫിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ അതിലേക്ക് ഒരു മഗ്ഗിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഷുഗർ ആഡ് ചെയ്യാണ്. അത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ദെൻ നമ്മൾ ബ്രൂവിൻ്റെ ഒരു 5 rupees സാഷെ, അത് ഞാൻ അളവിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. ആ ഒരു ഫുൾ പാക്കറ്റ് മുഴുവനും ഞാൻ ആ ഒരു കോഫിക്ക് വേണ്ടി യൂസ് ചെയ്യാണ്. കുറച്ചും കൂടി കടുപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു പാക്കറ്റ് കൂടി യൂസ് ചെയ്യാം. ഞങ്ങൾക്കിത് ഓക്കെയാണ്. സോ അത് ഫുള്ള് അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് നല്ല ഒരു ഇളം ചൂട് പാല്, അതും ഒരു ചെറിയ ടേബിൾ സ്പൂണിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ. ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ള പാൽ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവും. ജസ്റ്റ് അതും ഒരു 2 ചെറിയൊരു പോർഷൻ, ഒരുപാട് എടുക്കരുത്, കുറച്ചെടുക്കാൻ പാടുള്ളൂ. ഓവറായി കഴിഞ്ഞാൽ ആ ഒരു ക്രീമി ലെവലിലേക്ക് വരത്തില്ല. ഓക്കെ, പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് ഞാൻ ഹാൻഡ് ബ്ലെൻഡർ അല്ല, നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ബ്ലെൻഡർ ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ആവും. പക്ഷേ ഞാൻ കൈ കൊണ്ടാണ് എപ്പോഴും ചെയ്യുന്നത്, എനിക്കതാണ് ഇഷ്ടം. സോ നന്നായിട്ട് ഇപ്പോൾ അതൊരു ബ്രൗൺ കളറാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗണിഷിലേക്ക് മാറും. ആ ഒരു ഡാർക്ക് ബ്രൗണിൽ നിന്ന് ഒരു സ്ലൈറ്റ്ലി കളർ ചേഞ്ച് ആവും. നമുക്ക് നോക്കാം, നമുക്കിതിൽ കാണാം. അപ്പം നല്ല ക്രീമി ആയിട്ട് നമ്മുടെ ഈ ഒരു കോഫിയുടെ ഇത് കിട്ടും. അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ടുള്ള ഒരു വീഡിയോസിലൊക്കെ കോവിഡ് ടൈമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഡാൽഗോണ കോഫി എന്നൊക്കെ പറഞ്ഞിട്ട്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ ഡാൽഗോണ കോഫി നമ്മൾ ലെയർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ ഈ സാധാരണ കോഫിയിലേക്ക് നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ഈ ഒരു കളർ ചേഞ്ചൊക്കെ വരും. അത് കുറച്ചും കൂടി ടൈം നമ്മളത് ബ്ലെൻഡ് ചെയ്യും. കുറച്ചും കൂടി ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതോറും ഇതിൻ്റെ കളർ ചേഞ്ചായി വരും കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക, നമുക്ക് വേണ്ടൊരു കളർ ഇതിലേക്ക് മാറ്റിയിട്ട് കണ്ടോ, നല്ല ബ്രൗണിൽ നിന്നും അത് നല്ലതായിട്ട് വ്യത്യാസം കൊണ്ട് കണ്ടല്ലോ, നല്ല ക്രീമി ആയിട്ട്. അത് ശരിക്കും ബ്ലെൻഡ് ആയി കഴിയുമ്പോൾ നല്ല ക്രീമി ആയിട്ട് വരും. കുറച്ച് നേരം ബ്ലെൻഡ് ചെയ്യണം. ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യാന്ന് പറയുന്നത് ആ പാല് വെച്ച് തിളക്കുന്ന ടൈം മതി ഇത് ഈ ഒരു ഇതിലേക്ക് എത്താൻ. അത്രയും ടൈം നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മാത്രം മതി. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമി പരിവാവും. നമുക്കത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഇതൊരു ക്രീമി ഒരു അതിൻ്റെ സ്ട്രക്ചറൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു ക്രീമി ആയിട്ട് നമുക്ക് ശരിക്കും അത് പാലൊഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഒരു ലെയർ പൊസിഷനിലിരിക്കുന്ന ഒരു ഇതിലേക്ക് തന്നെ അത് വരുന്നുണ്ട്. ബട്ട് നമ്മൾ അങ്ങനെ ലെയറൊന്നും സെറ്റ് ചെയ്യുന്നില്ല. ഇതൊരു നോർമൽ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഒരു നോർമൽ കോഫിയാണ്. ബട്ട് ഇറ്റ്സ് ക്രീമി. ഒരു കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റി ആയിരിക്കും. നമ്മൾ നോർമൽ കോഫി പൗഡർ ഇടുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒരു ക്രീമി ഫീലിംഗ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നന്നായിട്ട് പാല് തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. മാക്സിമം നന്നായിട്ടൊന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ലൈറ്റായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഒന്നും കൂടി പാല് കൊടുക്കും. അപ്പം നമുക്ക് കുടിക്കുന്ന ആ കോഫിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ദെൻ നമ്മൾ ആ ഒരു ക്രീമിലേക്ക് നമ്മുടെ പാല് ഫുൾ അതേ ചൂടോട് തന്നെ ഒഴിക്കുകയാണ്. വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു ടൈമൊക്കെ. ഞാൻ കുറച്ച് റിസ്കി ആയിട്ടാണ് ചെയ്തത്. ഞാൻ കയ്യിലൊറ്റയ്ക്കാണ് ഫോൺ ബാലൻസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അങ്ങനെയൊക്കെ കുട്ടികളൊക്കെയാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ശ്രദ്ധിക്കണം. പാരൻസിൻ്റെ സഹായം തേടണം. ഒരു കോഫിയൊക്കെ എല്ലാ കുട്ടികളും ഇടാൻ ചെറുപ്പം തൊട്ടേ പഠിക്കണം. ചെറുപ്പം മീൻസ് ഒരു 4-5 ക്ലാസ്സൊക്കെ ആയിക്കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ ഒരു കോഫിയൊക്കെ ഇട്ട് കുടിക്കാം. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കണം. ചെയ്യുമ്പോൾ പാരൻസിൻ്റെ സഹായത്തോടെ തന്നെ ചെയ്യുക. പിന്നെ ഏതൊരു ചായയും കോഫിയാണെങ്കിലും നമ്മൾ അതിനൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ അത് അടിച്ച് പതപ്പിക്കണം. നല്ലതായിട്ട് പാല് നന്നായിട്ട് ക്രീമി ആണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും
നന്നായിട്ട് അടിക്കണം. മീൻസ് നന്നായിട്ട് കപ്പിലേക്ക് നല്ല ഹൈറ്റിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഹൈറ്റ് ഒരുപാടൊന്നും കൊണ്ടുപോയിട്ടില്ല. നല്ല ക്രീമി ആയിട്ട് നല്ല പതഞ്ഞ് പാല് വരും. അതാണ് നല്ലൊരു ചായ കുടിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഗുഡ് കിട്ടും. നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ അയ്യോ ഞങ്ങളുണ്ടാക്കുന്ന ചായക്ക് ഇത്രയും ഒരു ഇത് വരില്ല എന്ന് പറയരുത്. നമ്മൾ ഉണ്ടാക്കിയാലും വരും, നമ്മൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ളൊരു കോഫി അവിടെ റെഡി ആയിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ ബ്രോഡാഡിയിൽ മീന ചെയ്യുന്ന പോലെ കുറച്ച് ഇഷ്ടമുള്ളവർ കുറച്ച് പൊടി അതിലേക്ക് തൂക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും. ഞാനും അത് ചെയ്യാറുണ്ട്. അതിന് മുമ്പേ ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാനും. ബട്ട് ഇപ്പോൾ സിനിമയിലൊക്കെ ഹൈലൈറ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാണിക്കുന്നതെന്ന് മാത്രം. ബട്ട് ഇറ്റ്സ് എ ടേസ്റ്റി. ഒന്നുകൂടി നമ്മളുടെ കോഫീനെ ഒന്നുകൂടി അടപ്പാക്കും നമ്മുടെ ടേസ്റ്റ്. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള കോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇതെൻ്റെ റെസിപ്പിയൊന്നുമല്ല, ബട്ട് ഇത് യുണീക്കാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലവ് യു ഓൾ.